മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. നവീകരണ പ്രവർത്തിക്കിടെ താനൂർ നഗരസഭാ കാര്യാലയത്തിനു മുന്നിലെ ബിലാത്തിക്കുളത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് കുളത്തിനരികിലെ മരം കടപുഴകി വീണു. സമീപത്തെ നഗരസഭാ കെട്ടിടത്തിന്റെ തറക്കും വിള്ളൽ സംഭവിച്ചു. ഈ സമയം തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. കെട്ടിടത്തിലെ വ്യാപാരികളോട് ഒഴിയാൻ നോട്ടീസ് നൽകിയതായും പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ പറഞ്ഞു. അതേസമയം യാതൊരു മുൻകരുതലും എടുക്കാതെയാണ് പ്രവൃത്തി നടക്കുന്നതെന്ന് മുൻ കൗൺസിലർ PT ഇല്യാസ് ആരോപിച്ചു. താനൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നവീകരണ പ്രവൃത്തി നടക്കുന്ന ബിലാത്തിക്കുളത്തിന്റെ ഒരു ഭാഗമാണ് പ്രവൃത്തിക്കിടെ ഇടിഞ്ഞു വീണത്. കുളത്തിന് സമീപമുള്ള മഹാഗണി മരം മണ്ണിടിച്ചിൽ കുളത്തിലേക്ക് വീണു. കുളത്തിന് സമീപത്തെ നഗരസഭ കെട്ടിടത്തിന്റെ തറക്കും വിള്ളൽ സംഭവിച്ചു. ഈ കെട്ടിടത്തിൽ കൃഷിഭവനും സ്വകാര്യ കടകളും പ്രവർത്തിക്കുന്നുണ്ട്. സമീപമുള്ള മിൽമാ ബൂത്തിനും അപകട ഭീഷണിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുളം നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. മണ്ണിടിച്ചിൽ സമയത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഒഴിവ് ദിവസമായതിനാൽ നഗരസഭാ കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. ഇറിഗേഷൻ വകുപ്പിനാണ് നവീകരണത്തിന്റെ ചുമതലയെന്നും ഇതിന്റെ ഭാഗമായി സമീപമുള്ള കടക്കാരോട് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഇപ്പോഴുണ്ടായ അപകടം ഇനി വരാതിരിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ നസ്ല ബഷീർ പറഞ്ഞു. മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മരം വീണിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു പ്രവർത്തനം അതിൻ്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇറിഗേഷൻ വകുപ്പാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവരാണ് ഈ പണി നടത്തുന്നത്. തീർച്ചയായും മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ സുരക്ഷ മാനിച്ച് റോഡ് ഗതാഗതത്തിൽ ഇടപെടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയോടുകൂടി പ്രവൃത്തി നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇവിടുത്തെ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും തൊട്ടടുത്തുള്ള ഒഴിപ്പിക്കലൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടാണ് ഇനി പ്രവൃത്തിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം യാതൊരു മുൻകരുതലും എടുക്കാതെ നടത്തിയ പ്രവൃത്തിയാണ് ഇങ്ങനൊരു അപകടം സൃഷ്ടിച്ചതെന്നും 80 സെന്റ് ഉണ്ടായിരുന്ന കുളം മാലിന്യങ്ങൾ തള്ളി ചെറുതാക്കുകയും അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്നും മുൻ കൗൺസിലർ PT ഇല്യാസ് പറഞ്ഞു. ജിയോളജി പെർമിഷൻ ഇല്ലാതെയാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ കുളം കുഴിക്കുന്നത് തന്നെ. ജിയോളജിൻ്റെ പെർമിഷൻ വേണം. 9 അടി താഴത്തേക്ക് മണ്ണ് കുഴിക്കുമ്പോൾ ജിയോളജിൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷം മണ്ണ് എവിടെ കൊണ്ടുപോയിടുന്നു, എവിടേക്ക് മാറ്റുന്നു, എത്ര ആഴത്തിൽ കുഴിക്കുന്നു, ഇതിനെക്കുറിച്ച് ജിയോളജി അത് സാധാരണക്കാരാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഉദ്യോഗസ്ഥർ എടുക്കുന്ന ഈ വർക്കിന് അത്തരത്തിലുള്ള ജിയോളജിൻ്റെ യാതൊരു അനുമതിയും വാങ്ങാതാണ് ഇത്തരത്തിലുള്ള വർക്ക് നടന്നിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള വർക്ക് നടക്കാറ് മാർച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. കാരണം വെള്ളത്തിൻ്റെ സ്രോതസ് നമുക്കറിയാം. കിണർ കൊയ്ക്കുന്ന ആളുകൾ അടക്കം വരുന്ന ആളുകൾ ആ സമയം മാർച്ചിക്ക് ശേഷമാണ് അവർ കൊയ്ക്കാറ്. കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കൂടുതൽ ഉണ്ടാകും. ഇവിടെയുള്ള കെട്ടിടത്തിൻ്റെ ഭാരം നമുക്കറിയാം. നഗരസഭയുടെ ആവശ്യത്തിന് അപ്പുറം തന്നെ നഗരസഭയുടെ കെട്ടിടത്തിന് പുറമെ അവർ ഏച്ചുകൂട്ടിയിട്ടാണ് ഇപ്പം എന്ത് കെട്ടിടങ്ങൾ പല ഭാഗത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പല ഭാഗത്തും ഉണ്ടാക്കുമ്പോൾ അത്രമാത്രം സേഫ്റ്റി അല്ല. എന്തായാലും ഈ വർക്ക് ഇന്നും നാളെയും തുടരുകയാണെങ്കിൽ നാനൂർ നഗരസഭ വരെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നെന്നും ഇനിയും മണ്ണെടുത്താൽ നഗരസഭ ഓഫീസ് കെട്ടിടവും പടിഞ്ഞാറ് ഭാഗത്തുള്ള കെട്ടിടവും നിലംപൊത്തുമെന്നും അതിനാൽ എല്ലാ മുൻകരുതലും സുരക്ഷയും നൽകി മാത്രമേ പ്രവൃത്തി തുടരാൻ പാടുള്ളൂവെന്നും ഇല്യാസ് പറഞ്ഞു.